പ്രണയനൈരാശ്യത്തിൽ താൻ തകർന്നത് കണ്ട് വിഷമത്തിലായ അമ്മയെ സന്തോഷിപ്പിക്കാൻ എൽദോസ് നടത്തിയ ട്രിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. നീണ്ട 6 വർഷത്തെ പ്രണയത്തിനൊടുവിൽ തന്നെ വേണ്ടെന്ന് വെച്ചുപോയ കാമുകിയുടെ വിവാഹ ദിനത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ് എൽദോസിനെ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയത്. എൽദോസിന്റെ കുറിപ്പിങ്ങനെ: 18/11/2018 അന്നായിരുന്നു അവളുടെ വിവാഹ നിശ്ചയം. 6 വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഇട്ടേച്ചും പോയപ്പോൾ കുറച്ചൊന്നുമല്ല വിഷമിച്ചത്. ഓർമ്മകൾ കൊണ്ട് തള്ളി നീക്കിയ 2 വർഷം. അങ്ങനെയിരിക്കെ സെപ്റ്റംബർ മാസത്തിലെ ഒരു വൈകുന്നേരം കൂട്ടുകാരന്റെ ഫോൺ കോൾ അവളുടെ കല്യാണം ഉറപ്പിച്ചു. ഡിസംബർ 18-ാം തീയതിയാണ് നിശ്ചയം. അതും നാട്ടിലുള്ള ഒരാളായിട്ട് തന്നെ. ചങ്കുപിടഞ്ഞ നിമിഷം, ഉറക്കമില്ലാത്ത രാത്രികൾ, സമയം തെറ്റിയ ഭക്ഷണക്രമം, ആരോടും സംസാരിക്കാതെ ഒറ്റപ്പെടൽ മാത്രം ആഗ്രഹിച്ച നിമിഷങ്ങൾ, ജീവിക്കാൻ പറ്റില്ലെന്ന് തോന്നിയ നിമിഷങ്ങൾ. പക്ഷേ അമ്മയുടെ മുഖം മറ്റെന്തിനേക്കാളും എന്നെ അത് ഏറെ വിഷമിപ്പിച്ചു. അപ്പൻ മരിച്ചതിൽ പിന്നെ ഇത്രയും സങ്കടപ്പെട്ട അമ്മയുടെ മുഖം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അവസാനം ഞാൻ തീരുമാനിച്ചു, 18-ാം തീയതി മറക്കാനാവാത്ത വിധം എനിക്ക് എൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കണമെന്ന്. അമ്മയുടെ ആഗ്രഹം പോലെ ഒരു ഇടുക്കി മൂന്നാർ യാത്ര. എല്ലാവരും എതിർത്തു. കാരണം അമ്മയുടെ പ്രായം, വഴികൾ മോശം, പിന്നെ 2 വീലറിലാണ് പോകുന്നത്. പക്ഷേ അമ്മയുടെ ആത്മവിശ്വാസം എന്നെ ധൈര്യവാനാക്കി. കിട്ടാവുന്ന സ്ഥല വിവരങ്ങൾ സഞ്ചാരി ഗ്രൂപ്പിൽ നിന്ന് ഒപ്പിച്ചു. പിന്നെ കയ്യിൽ കിട്ടിയ കാർ മൊബൈൽ ഹോൾഡർ മിററിൽ കെട്ടിവെച്ചു. രാവിലെ അപ്പനെ മനസ്സിൽ ധ്യാനിച്ച് അമ്മയുടെ കൈയും പിടിച്ച് 6 മണിക്കിറങ്ങി. അമ്മയ്ക്ക് സാരി മാത്രം ഉടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഇരിക്കാൻ എളുപ്പത്തിന് ഒരു ഹോണ്ട ഡിയോ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. എയർപോർട്ട് റോഡ്, കാലടി, മൂവാറ്റുപുഴ, തൊടുപുഴ, പുളിയന്മല റോഡ് വഴി. വഴിക്കിണർ കണ്ടപ്പോൾ ആരാടാ ഈ വഴിക്ക് കിണർ പണിതു വെച്ചേക്കുന്നേ എന്നൊരു ചോദ്യവും. ചെറിയ തോതിലുള്ള തണുപ്പുണ്ടായിരുന്നു. 9 മണിയോടുകൂടി ഉപ്പുകുന്നം വ്യൂ പോയിന്റിലെത്തി. സമയം വൈകിയത് കാരണം മഞ്ഞൊന്നും കാണാൻ പറ്റിയില്ല. ഓരോ വളവുകൾ വളക്കുമ്പോഴും അമ്മ എന്നെ വട്ടം പിടിക്കുന്നുണ്ടായിരുന്നു. പ്രളയം കവർന്നെടുത്ത ചെറുതോണിയെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സങ്കടം. നേരെ കാൽവരി മൗണ്ടിൽ ചെറിയ തണുത്ത കാറ്റിൽ അമ്മ എൻ്റെ കൈപിടിച്ചു നടന്നു. മറ്റെങ്ങും കിട്ടാത്ത ആ സ്നേഹം ഞാൻ അന്നാണ് തിരിച്ചറിഞ്ഞത്. അമ്മയുടെ മുഖത്തെ സന്തോഷം എന്നെയും സന്തോഷപ്പെടുത്തി. ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞപ്പോൾ എന്നെ ഒരു ചീത്ത പോലും പറഞ്ഞില്ല. പകരം അമ്മ എന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കുകയായിരുന്നു. അവിടെ നിന്ന് നേരെ കല്ലാർകുട്ടി പവർ ഹൗസ് വഴി മൂന്നാറിലേക്ക്. മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകൾ കണ്ടു. അമ്മയുടെ കൂടെ ഭക്ഷണം കഴിച്ചു. വഴിയെല്ലാം തന്നെ സഞ്ചാരയോഗ്യമല്ലായിരുന്നു. 3 മണിയോടുകൂടി മൂന്നാർ എത്തി. അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി. ഓരോ ചായയൊക്കെ കുടിച്ച് സന്തോഷമായി തിരിച്ചിറങ്ങി തുടങ്ങി. പാതി വഴിയിൽ വെച്ച് വിശ്രമത്തിനായി വഴിയരികിൽ വണ്ടി ഒതുക്കി. 2 ദിവസം മുന്നേ അമ്മയ്ക്കായി വാങ്ങിവെച്ചിരുന്ന ഒരു സാരി അത് കൊടുത്തു. ഇന്നേ വരെ അമ്മയ്ക്ക് അങ്ങനെ ഒരു സമ്മാനവും ഞാൻ കൊടുത്തിട്ടില്ല. സന്തോഷത്താൽ ആ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടു. ജീവിതത്തിൽ ഞാനും അമ്മയും ഒരുപോലെ സന്തോഷിച്ച ദിവസം. ഇതെല്ലാം കാണാൻ അപ്പൻ കൂടെയില്ലല്ലോ എന്ന വിഷമം മാത്രം ബാക്കിയാക്കി. പിന്നെയും യാത്ര തുടർന്നു. ചീയപ്പാറ എത്തുന്നതിന് തൊട്ടു മുന്നേ മഴ ചതിച്ചു. സൈഡിലേക്ക് വണ്ടി ഒതുക്കാൻ നേരത്ത് അമ്മ പറഞ്ഞു, നീ വണ്ടി നിർത്തണ്ട, പോയിക്കോളാൻ. അങ്ങനെ 1/2 മണിക്കൂർ മഴ നനഞ്ഞൊരു യാത്ര. ഒരേ ദിവസം തന്നെ മഞ്ഞും വെയിലും തണുപ്പും ആസ്വദിക്കാൻ സാധിച്ചു എന്ന സന്തോഷത്തോടെ 8 മണിയോടെ ഞങ്ങൾ സുരക്ഷിതമായി വീടെത്തി. പോയി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, തേച്ച പെണ്ണിന്റെ വിഷമത്തിനേക്കാളും വലുതാണ് അമ്മയുടെ സന്തോഷമെന്ന്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും പോകേണ്ട ഒരു യാത്ര, എല്ലാ വിഷമങ്ങളും മറന്നൊരു യാത്ര. ഇതെല്ലാം ഇപ്പോൾ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. കാരണം ഇന്നാണ് അവളുടെ കല്യാണം. തേപ്പ് വെട്ടി സമ്മാനമായി കൊടുക്കാനോ അവിടെ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ മനസ്സ് വന്നില്ല. കാരണം എൻ്റെ അമ്മയ്ക്ക് ഈ നാട്ടിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നടക്കണം. അതിനുവേണ്ടിയായിരുന്നു ആ യാത്ര. മറ്റുള്ളവരെ പോലെയല്ല നമ്മൾ പെരുമാറേണ്ടത്. സ്വന്തമായി മാറ്റങ്ങൾ വരുത്തുക, സന്തോഷം കണ്ടെത്തുക. അമ്മയുടെ കൈയും പിടിച്ചിരുന്നപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യം, നിന്നെ കല്യാണം കഴിക്കാനുള്ള ഭാഗ്യം അവൾക്കില്ലാന്ന് കരുതിയാൽ മതിയെന്ന്. ഇന്നും വൈകുന്നേരം ഞാനൊരു യാത്ര പോവുകയാണ്. എല്ലാം മറന്ന് പുതിയൊരാളാവാൻ. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.